വിപണിയുടെ ടൈം 5 മണിയാണെങ്കിലും 4 മണിയായപ്പോഴത്തേക്ക് തന്നെ വിപണിയിൽ തിരക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. വീട്ടിലെ പശുവിൻ്റെ തൈരുമൊക്കെ ആയിട്ടാണ് എത്തിയിരിക്കുന്നത്. തൈരുണ്ട്. വിപണി സ്ഥലത്തെത്തിക്കഴിഞ്ഞാൽ തൈരും കാച്ചിലൊക്കെ മേടിക്കാൻ പറ്റും. കാച്ചിൽ പലരുടെയിലുണ്ട്, പക്ഷേ തൈരൊക്കെ അപൂർവം ആൾക്കാരുടെ മാത്രമേ ഉള്ളൂ. NSSൻ്റെ പ്രോഡക്റ്റും നമ്മുടെ വിപണി സ്ഥലത്ത്, NSSൻ്റെ വനിതാ സംഘം ഇല്ലേ, വനിതാ സംഘത്തിൻ്റെ പ്രോഡക്റ്റും നമ്മുടെ വിപണി സ്ഥലത്ത് ലഭ്യമാണ്. കണ്ടില്ലേ, മഞ്ഞപ്പൊടിയും ഉപ്പേരിയും അങ്ങനെ പല പല ഐറ്റംസ് ഉണ്ട്. ആൾക്കാർക്ക് ആവശ്യമുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാം. ഫോൺ നമ്പർ എന്ന് പറഞ്ഞേരെ. 903-777-665. ആവശ്യക്കാർക്ക് ഓർഡർ അനുസരിച്ച് ചെയ്ത് കൊടുക്കുകയും ചെയ്യും അല്ലേ, ചെയ്ത് കൊടുക്കുകയും ചെയ്യും. ഓതറയിൽ നിന്നും കപ്പയും പാവയ്ക്കായും പടവലങ്ങായും പയറും വഴുതനങ്ങായും കോവയ്ക്കായും ഏത്തക്കായും ഒക്കെ എത്തിയിട്ടുണ്ട്. ഗോവൻ സാറും വിപണി സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. ഞങ്ങൾ ഒരുമിച്ചാണ് ഇപ്പോൾ പ്രാക്ടീസ് ചെയ്യുന്നത്. ഗോവൻ സാറ് LIC ഡെവലപ്മെൻറ്റ് ഓഫീസറായിരുന്നു. എല്ലാവരും ഗോവൻ സാറിനെ കണ്ടുപിടിക്കണം. എപ്പോഴും പ്ലസൻ്റാണ്. കാരണം ഞാനെപ്പോഴും ഈ ചെറുപ്പക്കാരുടെ കമ്പനി ഇഷ്ടപ്പെടുന്ന കൂട്ടത്തിലാണ്. പക്ഷേ ഗോവൻ സാറ് എന്താ പറയുക, ആ ചെറുപ്പക്കാരെക്കാട്ടിൽ ഊർജ്ജസ്വലനായിട്ടുള്ളൊരു വ്യക്തിയാണ്. എപ്പോഴും പ്ലസൻ്റാണ്. ശാന്തമ്മച്ചയും ആലയിൽ നിന്ന് നമ്മുടെ വിപണി സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. ആല വിപണി വളർത്തിയ അനവധി സംരംഭകരിൽ ഒരാളാണ് ശാന്തമ്മച്ചയി. ഇവിടെ ഏത്തക്കായും കപ്പയും മുട്ടയും ചേമ്പും മാങ്ങായിഞ്ചിയും എല്ലാം നമ്മുടെ വിപണി സ്ഥലത്ത് ലഭ്യമാണ്. നമ്മുടെ സുരേഷ് കിമ്പേരി ചേട്ടൻ എന്തോ മൊബൈലിൽ എന്തോ ലേറ്റസ്റ്റ് ടെക്നോളജിയുടെ ഗവേഷണത്തിലാണെന്ന് തോന്നുന്നു. മോഹൻ ചേട്ടന് ആലയിൽ എത്തിയിട്ടുണ്ട്. ആല വിപണി വളർത്തിയ സംരംഭകൻ എത്തിയിട്ടുണ്ട്. ഇവിടെ മഴ ഇടയ്ക്ക് പ്രതിസന്ധി സൃഷ്ടിച്ചിരിക്കുകയാണ്. എന്നാലും നമുക്ക് NS യൂണിയൻ ഓഫീസിൻ്റെ ബിൽഡിങ്ങിൽ താഴെ മഴയത്ത് ഇറങ്ങി നിൽക്കാനായിട്ടുള്ള സൗകര്യം നമ്മുടെ ആല വിപണി സ്ഥലത്തുണ്ട്, മുണ്ടങ്കാവ് വിപണിയുടെ സ്ഥലത്തുണ്ട്. അതിനിടയിൽ അപ്പച്ചൻസിനും എത്തിയിട്ടുണ്ട്. അപ്പച്ചൻസ് ഇവിടെ ഇന്ന് വിൽക്കാനായിട്ട് അപ്പച്ചൻസിൻ്റെ സാധനമില്ല. ഉണ്ടായിരുന്ന സാധനം ആൾക്കാർ വീട്ടിൽ ചെന്ന് മേടിച്ചുകൊണ്ട് പോയി. പിന്നെ ഏതാണ്ട് എന്തോ ഒരു ഐറ്റം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, ചക്കവെട്ട് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതിവിടെ ഡെലിവറി ചെയ്തിട്ട് തിരികെ പോവുകയാണ്. തിരക്കിലാണ് അപ്പച്ചൻസ്. ഓക്കെ അപ്പച്ച, താങ്ക് യു. ശ്രീകുമാറും പിടയ്ക്കുന്ന പയറുമായിട്ട് എത്തിയിരിക്കുകയാണ് ഇല്ലേ, പിടയ്ക്കുന്ന പയറുമായിട്ടാണ് ശ്രീകുമാറും വന്നിരിക്കുന്നത്. പിടയ്ക്കുന്ന പടവലങ്ങയുണ്ടെന്നാണ് പറയുന്നത്. ഇദ്ദേഹത്തിൻ്റെ ആണോ പടവലങ്ങ? എവിടുന്നാ കൃഷി? മംഗലത്തിലുള്ളതാണോ? മംഗലത്തിലെവിടാ? വാഴാറമംഗലം. ഞാനും മംഗലംകാരനാണ്. എൻ്റെ അമ്മ വീട് മംഗലത്തിലാണ് കേട്ടോ. നമ്മുടെ ആറന്മുളയിൽ നിന്നും ചേട്ടൻ എത്തിയിട്ടുണ്ട്. ലോലോലിക്കൊക്കെ ഉണ്ട്. ലോലോലിക്കൊക്കെ അച്ചാറിടാനായിട്ട് നല്ല ഐറ്റമാണ്. തേങ്ങാ പൊതിച്ചതും റെഡ് ലേഡിയും കായും ഒക്കെ ഉണ്ട്. ഇതിൻ്റെയൊക്കെ കണ്ടാൽ തന്നെ അറിയാമല്ലോ, ഇതൊന്നും കാർബൈഡ് വെച്ചതൊന്നും അല്ലാത്ത സാധനങ്ങളാണ്. മഴ മാറിയപ്പോഴത്തേക്ക് എല്ലാവരും വീണ്ടും പൂർവ്വ സ്ഥാനത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. സുരേഷ് കിമിയുടെ കോംബോ ഓഫർ ഉണ്ട്. എന്താണ് കോംബോ ഓഫർ? എളുപ്പം പറ. കോംബോ ഓഫർ കാശ്മീരി മുളക് പൊടി 250 ഗ്രാം, മല്ലിപ്പൊടി 250 ഗ്രാം, മഞ്ഞപ്പൊടി 100 ഗ്രാം, മൂന്നും കൂടെ നമ്മൾ ഒരുമിച്ചെടുക്കുന്നവർക്ക് 380 രൂപയുടെ സാധനം 300 രൂപയ്ക്ക് കൊടുക്കുന്നതായിരിക്കും. അതുപോലെ വെളിച്ചെണ്ണ 250 രൂപ. ഓക്കെ, 280 രൂപ വിലയുണ്ട്, 250 രൂപ കൊടുക്കുകയാണ്. വിപണിയിൽ മാത്രമേ കൊടുക്കത്തുള്ളൂ. ഇത് കാശ്മീരി മുളക് മാറ്റിയിട്ട് ബിരിയാണി ആക്കുവാണെങ്കിൽ 270 രൂപ ഒരു സെറ്റ്. ഓക്കെ, 300 രൂപ 270 ആവും ബിരിയാണി ആണെങ്കിൽ. തിരക്കേറിയ ഒരു ദിവസത്തിന് ശേഷം റിലാക്സ് ചെയ്യാനായിട്ട് നമ്മുടെ സൽഭായി എത്തിയിട്ടുണ്ട്. പഴയ സുഹൃത്തുക്കളുടെ ഒരു സംഗമ വേദി കൂടിയാണ് നമ്മുടെ വിപണി സ്ഥലം. പണ്ടത്തെ കല്ലിശ്ശേരി ചന്ത ഞാൻ കണ്ടിട്ടില്ല. എന്നാലും ഇവിടെ വരുന്ന പല ആൾക്കാരും കല്ലിശ്ശേരി ചന്തയെ പറ്റി പറയാറുണ്ട്. അതിൻ്റെ ഓർമ്മകൾ അയവർക്കുന്നവർക്ക് സന്തോഷകരമായിട്ടുള്ള ഒരു കാഴ്ചയായിരിക്കും ഇത്. പാണ്ടനാട്ടിൽ നിന്നും നമ്മുടെ അനിൽകുമാർ ഇവിടെ എത്തിയിട്ടുണ്ട്. ഇദ്ദേഹത്തിന് ഒരു നല്ലൊരു ഐഡിയ പറഞ്ഞു. ഐഡിയ എന്ന് പറയുന്നത് മിത്രമഠം ഭാഗത്തും ഇതുപോലൊരു നാട്ടുവിപണി ഉണ്ടായിരുന്നെങ്കിൽ അവിടുത്തെ കർഷകർക്കും ജനങ്ങൾക്കും വളരെ ഉപകാരപ്രദമായിരുന്നു. തീർച്ചയായിട്ടും എല്ലാവരും കൂടി ഒന്ന് ആലോചിക്കണം. കാരണം ഈ നാട്ടുവിപണികൾ ജനങ്ങളുടെ ആരോഗ്യത്തെ സംരക്ഷിക്കുന്നു, കർഷകർക്ക് അവരുടെ ഉൽപ്പന്നങ്ങൾ ചൂഷണമില്ലാതെ വിൽക്കുവാനായിട്ട് സാധിക്കുന്നു. അങ്ങനെ പല പല അഡ്വാൻറ്റേജസ് ഉണ്ട്. ജനങ്ങൾ തമ്മിലുള്ള സൗഹൃദം വർദ്ധിപ്പിക്കാനായിട്ട് കാരണമാകും. ഒന്ന് ശ്രമിച്ചു നോക്കുക എല്ലാവരും കൂടി ചേർന്ന്. മഴയുടെ ആ ഒരു പ്രശ്നമൊക്കെ മാറി ആൾക്കാരൊക്കെ വന്നുകൊണ്ടിരിക്കുന്നു, സാധനങ്ങൾ മേടിച്ചുകൊണ്ടിരിക്കുന്നു. മുറവും പിച്ചാത്തിയും ചെറിയ ചെറിയ മൺപാത്രങ്ങളും നാടൻ കായമൊക്കെ ആയിട്ട് നമ്മുടെ ഷായിച്ചേട്ടൻ എത്തിയിട്ടുണ്ട്. എല്ലാവരും പച്ചക്കറികളൊക്കെ എടുത്തുകൊണ്ടിരിക്കുന്നു. വീണ്ടും മഴപ്പരുവൊക്കെ കാണുന്നുണ്ട്. മഴയുടെ ഒരു ചെറിയൊരു പ്രതിസന്ധിയുണ്ട്. എന്നാലും ആൾക്കാരൊക്കെ എത്തി നല്ല രീതിയിൽ തന്നെ സാധനങ്ങളൊക്കെ മേടിച്ചുകൊണ്ട് പോകുന്നുണ്ട്. ആലയിൽ നിന്ന് വിനോദും എത്തിയിട്ടുണ്ട്.
വിപണിയിൽ നല്ല തിരക്കാണ് വിപണിയിൽ. മഴയുടെ പ്രതിസന്ധി വകവെക്കാതെ ആൾക്കാരൊക്കെ എത്തി മേടിക്കുന്നുണ്ട്. നല്ല രീതിയിലൊക്കെ സാധനങ്ങൾ വിറ്റ് പോകുന്നുണ്ട്. എന്നാലും പൂർണ്ണമായിട്ട് വിറ്റ് തീർക്കുന്നതിന് ഇതുവരെ സാധിച്ചിട്ടില്ല. ആലാവണി സ്ഥിരമായിട്ട് കരിയാപ്പിലൊക്കെ കൊണ്ടുവരും. ആലാവണി സ്ഥിരമായിട്ട് കരിയാപ്പിലൊക്കെ കൊണ്ടുവരും. ഇപ്പോൾ കരിയാപ്പിലൊന്നും കൊണ്ടുവരുന്നില്ല. നമ്മുടെ മുണ്ടങ്കാവ് വിപണിയിലെ ഒഫീഷ്യൽ ട്രാൻസ്ലേറ്ററാണ് ഗീതാ മനോഹർ. ഒരു ആധാരം എഴുതുന്നതായിട്ട് ബന്ധപ്പെട്ടാണ് ഞാൻ പരിചയപ്പെട്ടത്. ഇപ്പം നമ്മുടെ പുറം നാടുകളിൽ നിന്നുള്ള ചില സഹോദരങ്ങളൊക്കെ ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പം നമ്മുടെ അപ്പുറത്ത് നിൽക്കുന്ന സഹോദരിക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാനായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ ബുദ്ധിമുട്ട് വന്നു. അപ്പോൾ നമ്മുടെ ഗീതാ മനോഹർ ചേച്ചിയാണ് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നത്. ദീർഘകാലത്തെ പ്രവാസിവാസം പുള്ളിക്കാരത്തിയെ ഹിന്ദിയിൽ നല്ല എക്സ്പേർട്ടാക്കിയിരിക്കുകയാണ്. നമ്മുടെ ആലായിൽ നിന്നുള്ള ലത ചേച്ചിയുണ്ട്, രഞ്ജിനിയുണ്ട്. അച്ഛാ എന്താ പറഞ്ഞ മുട്ടയുടെ കാര്യം പറഞ്ഞേ? കോഴി നാടൻ കോഴിയാണ്, അഴിച്ചു വിട്ട് വളർത്തുന്ന കോഴിയാണ്. അതിന്റെ ഒരു ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ഇലയും മറ്റു പോച്ചയും അത് ഇതെല്ലാം തിന്ന് വളരുന്ന കോഴിയാണ്. ഓക്കെ. അപ്പൊ മറ്റേ സാധാരണ എന്ന് പറഞ്ഞാൽ അതൊന്നുമില്ല, വെറും മറ്റേ. അപ്പം അതിനകത്ത് എന്തോ ഒരു ഹാപ്പിനെസ് പറയുന്ന കേട്ടായിരുന്നല്ലോ. 90. അപ്പൊ അതിന്റെ ഹാപ്പിനെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമുക്ക് മറ്റു അസുഖങ്ങൾ ഉണ്ടാകത്തില്ല. കാരണം കോഴി വളരെ സന്തോഷമായിട്ട് ജീവിക്കുമ്പോൾ കോഴി ഹാപ്പിയാണ്. ആ സന്തോഷം അവരുടെ ഹോർമോണിൽ കൂടെ നമ്മുടെ ശരീരത്തിൽ നിന്നാണ് അച്ഛൻ പറയുന്നത്. ഒരുപാട് ഹോർമോൺസ് ഉണ്ട്. അപ്പൊ മറ്റേന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല, അത് മുട്ടയിടാൻ വേണ്ടി മാത്രമുള്ള ഉണ്ടാക്കുന്ന സാധനം. ഓക്കെ, താങ്ക് യു. ശ്രദ്ധിക്കുക, നമ്മുടെ മാർക്കറ്റായി ഒരുപാട് പേരുടെ കൊടുക്കും. അപ്പോൾ അച്ഛൻ തന്നെ പറഞ്ഞിട്ടില്ലേ, ഇവിടെ വന്ന് ചുമ്മാ നിൽക്കുന്ന ഒരു സന്തോഷമാണെന്ന്. ആ സന്തോഷത്തിന് വേണ്ടി ഇങ്ങോട്ട് വരാനായിട്ടാണ് എല്ലാ ആൾക്കാരോടും പറയുന്നത്. മേടിക്കുകയോ മേടിച്ചില്ലയോ അത് വേറെ കാര്യം. പക്ഷേ അത് തന്നെ, കാരണം ആൾക്കാരെ കണ്ടു. പണ്ടൊക്കെ ഇങ്ങനെയല്ലായിരുന്നോ? ഇപ്പൊ അത് തിരിച്ചു വന്നു. കനത്ത മഴ ഉണ്ടാവുമെന്നാണ് തോന്നുന്നത്. എന്തായാലും നല്ല രീതിയിൽ തന്നെ ഇവിടെ കച്ചവടം നടക്കുന്നുണ്ട്. ഇപ്പോൾ 5:20 ഏകദേശം ഒരു 4:20 ആയി കഴിഞ്ഞപ്പോഴത്തേക്ക് നല്ല രീതിയിൽ തന്നെ ബിസിനസ് തുടങ്ങിയതാണ്. മിക്കവാറും സാധനങ്ങളെല്ലാം ആൾക്കാരുടെ എല്ലാം വിറ്റ് തീർന്നിട്ടുണ്ട്. നമ്മുടെ പട്ടൊന്നാനത്തെ ഷാജി സാറ് വന്നിങ്ങനെ ആലായിൽ നിന്നുള്ള കോഴിമുട്ടയൊക്കെ മേടിച്ചിട്ട് പോവുകയാണ്. ആലായിൽ നിന്നുള്ള കോഴിമുട്ടയാണ് എല്ലായിടത്തും പോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ കേട്ടോ. ആല ഇതിൻ്റെയൊക്കെ ഒരു ഹബ്ബായിട്ട് മാറിയിരിക്കുകയാണ് ശരിക്കും. കൃഷി കാര്യമായിട്ട് ആലായിൽ വർദ്ധിച്ചിട്ടുണ്ട്. ഇതുപോലെ എല്ലാ പ്രദേശങ്ങളിലും വർദ്ധിപ്പിക്കണം ശരിക്കും. എല്ലാ വീട്ടിലാണെങ്കിലും ഒരുമാതിരി എല്ലാമായി, വെണ്ടയായി, വയറായി, എല്ലാമായി. എല്ലാവർക്കും ഒരു പ്രോത്സാഹനമായി. ഇനി ലേറ്റസ്റ്റ് എന്ന് വെച്ചാൽ ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ ഓരോ പച്ചക്കറികൾ വളർത്തത്തക്ക രീതിയിലുള്ള ടെക്നിക്സ് ഓരോരുത്തർക്കും തപ്പിയെടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് തന്നെ രാവിലെ ഒരു +2 അധ്യാപികയുടെ വീട്ടിൽ വൈഫിനോടൊപ്പം പോയിരുന്നു. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ പാവൽ എന്ത് നിസ്സാരമായിട്ട് വളർത്താൻ സാധിക്കും എന്നുള്ളതൊന്ന് കാണാൻ സാധിച്ചു. ചെങ്ങന്നൂർക്കോടയിൽ നിന്ന് ഇന്ന് നമ്മുടെ ഹരിസാറും എത്തിയിട്ടുണ്ട്. ഹരിസാറ് ഒരു നല്ല കർഷകൻ കൂടിയാണ്. ഒത്തിരി പച്ചക്കറി വിത്തുകളൊക്കെ ഇവിടെ നിന്ന് വിത്തുകളൊക്കെ മേടിച്ചിട്ടുണ്ട്. മഴയാണ്, കയറി നിൽക്കാൻ സ്ഥലമുണ്ട്. പക്ഷേ കർഷകർ ചെറിയ പ്രതിസന്ധി നേരിടുകയാണ്. അവരുടെ ഉൽപ്പന്നങ്ങളൊക്കെ റോഡ് സൈഡിൽ തന്നെ ഇരിക്കുകയാണ്. അതേസമയത്ത് ഇവിടെ നമ്മുടെ ഹിമഗിരിയൊക്കെ വളരെ സന്തുഷ്ടമായിട്ട് സമയമൊക്കെ ചെലവഴിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ കർഷകർ അഭിമുഖീകരിക്കുന്ന പ്രതിസന്ധിയാണ്. രാത്രിയായി, നമ്മുടെ കർഷകർ ഇപ്പോഴും ഇവിടെയുണ്ട്. നമ്മുടെ നാട്ടിലെ ഉൽപ്പന്നങ്ങളെയും കർഷകരെയൊക്കെ നമ്മുടെ നാട്ടുകാരെ കുറേ കൂടെ പ്രോത്സാഹിപ്പിക്കേണ്ടത് അത്യാവശ്യമാണ്.